ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് എടുക്കുന്ന മണ്ഡലങ്ങളിലെ പരസ്യ പ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുകയാണ്. തേജസ്വി യാദവ് പട്നയിൽ ഒരു സുപ്രധാനമായ വാർത്താ സമ്മേളനം നടത്തിയത്. ആ വാർത്താ സമ്മേളനത്തിലാണ് തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ തീയതി അദ്ദേഹം പ്രഖ്യാപിച്ചത്. ബീഹാർ മാറ്റത്തിനു വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യുമെന്നും നവംബർ 18-ന് തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ ബീഹാറിൽ സത്യപ്രതിജ്ഞ അധികാരമേൽക്കുമെന്നുമാണ് തേജസ്വി യാദവ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം പറഞ്ഞിരുന്നത് ബീഹാർ ജനത ഇത്തവണ മാറ്റത്തിന് വേണ്ടി വോട്ട് ചെയ്യുമെന്നതാണ്. ഇന്ന് ഒരു പടി കൂടി കടന്ന് തൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞാ തീയതിയാണ് തേജസ്വി യാദവ് ഈ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റ് രണ്ട് സുപ്രധാനമായ പ്രഖ്യാപനങ്ങളും തേജസ്വി യാദവ് നടത്തിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് ഈ വരുന്ന മകരസംക്രാന്തി ദിനം, അതായത് ജനുവരി 14-ാം തീയതി ബീഹാറിലെ അമ്മമാർക്കും പെങ്ങന്മാർക്കും നൽകുമെന്ന്, സഹോദരിമാർക്കും നൽകുമെന്ന് പറഞ്ഞ പ്രതിവർഷം നൽകേണ്ട 30,000 രൂപ, അങ്ങനെ ഒരു വാഗ്ദാനം RJD മുന്നോട്ട് വെച്ചിരുന്നു. ആ വാഗ്ദാനം പൂർത്തീകരിക്കും. അതിൻ്റെ ഭാഗമായി മകരസംക്രാന്തി ദിനം 30,000 രൂപ ഈ അമ്മമാരുടെയും സഹോദരിമാരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാറ്റുമെന്നാണ് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ബീഹാറിൽ ഒരു പുതിയ സ്ഥലം മാറ്റ നയം കൊണ്ടുവരും. സർക്കാർ ജീവനക്കാർക്ക് അവരുടെ വീട് എവിടെ സ്ഥിതി ചെയ്യുന്നോ അതിൻ്റെ 70 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രമേ അവർക്ക് അവരുടെ പുതിയ പോസ്റ്റിംഗ് അല്ലെങ്കിൽ അവരെ സ്ഥലം മാറ്റുകയുള്ളൂ എന്നാണ് തേജസ്വി യാദവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞാ തീയതി പ്രഖ്യാപിച്ചു. മന്ത്രിസഭയുടെ ആദ്യ അജണ്ട വരുന്ന തീരുമാനങ്ങളും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്രത്തോളം കോൺഫിഡൻസ് ആണ് നിലവിൽ RJDക്കും കോൺഗ്രസ് നേതാക്കൾക്കുമൊക്കെ ബീഹാറിൽ ഉള്ളത്. കാറ്റ് എങ്ങോട്ട് വീശുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ ഈ ഒന്നാം ഘട്ടത്തിലെ വോട്ടെടുപ്പ് ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം അവശേഷിച്ചിരിക്കുകയാണ് തേജസ്വി യാദവിൻ്റെ സുപ്രധാനമായ ഈ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പട്നയിൽ നിന്നും ജഗദീഷ് കൃഷ്ണനൊപ്പം B. ബാലഗോപാൽ, മാതൃഭൂമി ന്യൂസ്.